قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വർഗീയത തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ചിൽ പുറത്തു വരികയുണ്ടായി. മസാച്യുസെറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ അവർ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. യൂട്യൂബിൽ ഇപ്പോഴുള്ള 1480 കോടി വീഡിയോകളിൽ വിദ്വേഷ പ്രസംഗങ്ങളും വ്യാജ വാർത്തകളും അടങ്ങുന്ന വീഡിയോകൾക്കാണ് ഏറ്റവും കൂടുതൽ റീച്ചുള്ളത്, വ്യൂസ് ഉള്ളത് എന്നാണ് ആ റിപ്പോർട്ട്. എന്നാൽ നിഷ്പക്ഷവും പോസിറ്റീവുമായിട്ടുള്ള വാർത്തകൾ ആളുകൾക്ക് വലിയ താല്പര്യമില്ല കാണാൻ എന്നുകൂടി അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിദ്വേഷ വർത്തമാനങ്ങളാണ് ആളുകൾ കൂടുതൽ കാണുന്നത് എന്നാണ് ആ ഗവേഷകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം 10-ാം തീയതി, കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി അമേരിക്കയിലെ വാഷിങ്ടൺ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യ ഹൈറ്റ് ലാബ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തി, വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി റിപ്പോർട്ട് പുറത്തുവിടുന്ന ആളുകളാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ വർത്തമാനങ്ങൾ 74% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. എന്നു മാത്രമല്ല, 2024-ൽ 2023-ൽ 668 വിദ്വേഷ പ്രസംഗങ്ങളാണ് നടന്നതെങ്കിൽ 2024-ൽ അത് 1165 ഉയർന്നു എന്നാണ്. ഈ പ്രഭാഷണങ്ങളിൽ 98.5% വിദ്വേഷ പ്രസംഗങ്ങളും മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് പറയുന്നു. 98.5% വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയ പരാമർശങ്ങളും മുസ്ലിം സമുദായത്തിനെതിരെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിലേറെ നമ്മെ നാണിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ആ റിപ്പോർട്ട് പറഞ്ഞു വച്ച മറ്റൊരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, ഈ വിദ്വേഷ വെറുപ്പ് വർത്തമാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമാണ് എന്നുള്ളത് ഈ രാജ്യത്തിന് ഇതിൽ വലിയ നാണക്കേട് വേറെന്താണുള്ളത്? ഒരു രാജ്യത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നത്, ആ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷത്തിനെതിരെ വിദ്വേഷം നടത്തുന്നത് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും തന്നെയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരിക, വാഷിങ്ടൺ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് പുറത്തു വരിക എന്ത്? ഇവിടെ ഏറ്റവും കൂടുതൽ വെറുപ്പ് പറയുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും തന്നെയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം നാണക്കേടാണ് ലോകത്തിനു മുമ്പിൽ ഈ രാജ്യത്തിനുണ്ടാവുക?
വേറെ ഏതെങ്കിലും സംഘടനകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും സഹിക്കാം. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്നെ വെറുപ്പുൽപ്പാദിപ്പിക്കുകയാണ്, ഹെയ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനുള്ള മാനക്കേടും നാണക്കേടും ചില്ലറയല്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഗീയ പ്രഭാഷണങ്ങളും ഹെയ്റ്റ് സ്പീച്ചുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനു മുൻപൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോഴെല്ലാം നമ്മുടെ കേരളം സേഫ് സോണിലാണ് നിൽക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ എന്നാൽ ആ ധാരണയൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും വർഗീയത ശക്തമായി വ്യാപിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ സംഘപരിവാറിൻ്റെയും കാസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഒരു പരിധിവരെ അവരുടെ ശ്രമങ്ങൾ ഇവിടെ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് നമ്മെ വിഷമിപ്പിക്കുന്നത്. വർഗീയ പ്രചരണങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണകളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണങ്ങൾക്കും ആളുകളുടെ ഇടയിൽ, ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഏതൊക്കെയോ അർത്ഥത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വർഗീയത വളർത്തി അത് പടർത്തി പന്തലിപ്പിച്ച് അധികാരം അരക്കിട്ടുറപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തെ സൈഡ് ലൈൻ ചെയ്യാനും അവരെ അപകർഷതാബോധത്തിന് അടിപ്പെടുത്തി അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന മിനിമം ബോധം നമുക്കുണ്ടാവണം. നമ്മളെ അരികുവൽക്കരിച്ച് നമ്മളെ അപകർഷതാബോധമുള്ളവരാക്കി മാറ്റി നമ്മളെ നിശബ്ദരാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിവിടെ നടക്കുന്നു എന്നതാണ് നമുക്കറിയാം. കഴിഞ്ഞ ജനുവരി 6-ാം തീയതിയാണ് ജനൻ ടി വിയിൽ കയറിയിരുന്ന ഒരു ജനപ്രതിനിധി, മുൻ ജനപ്രതിനിധി കാളകൂട വിഷം വിളമ്പിയത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഒരാൾ മുസ്ലിം ആണോ എങ്കിൽ അയാൾ വർഗീയവാദിയായിരിക്കും. മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ്, പിന്നെ തെറിയഭിഷേകമാണ്. അതെനിക്ക് മിമ്പറിന്റെ പവിത്രതയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന കേൾക്കുന്ന ഒരു ചാനലിൽ കയറി നിന്നുകൊണ്ട് ഇവിടുത്തെ ഒരു സമുദായം അവരൊക്കെ തീവ്രവാദികളാണ്, അവരൊക്കെ ഭീകരവാദികളാണ്, മുസ്ലിം ആണോ അവൻ ഭീകരവാദിയായിരിക്കും, പാകിസ്ഥാനിലേക്ക് പോടേ എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെന്ന് സംഘ് പരിവാറിലെ ഏറ്റവും തീവ്രമായ സംഘടനയിൽ ആൾ പോലും പറയാത്ത രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് അയാൾ അവിടെ കയറി എന്ന് പറഞ്ഞത്. അതേ അയാൾ തന്നെ ഈ അടുത്ത് നമുക്കറിയാം ഒരു മദ്യവിരുദ്ധ സമ്മേളനത്തിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞത് മീനച്ചിൽ, മറ്റേ ഇവിടെ കോട്ടയത്തെ ഈരാറ്റുപേട്ടയിലെ മീനച്ചിൽ താലൂക്കിൽ 400 ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിന്റെ പേരിൽ അടിച്ചു മാറ്റിയത് എന്ന അങ്ങേയറ്റം നട്ടാൽ കുരുക്കാത്ത നുണ അദ്ദേഹം അവിടെ ഒന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ 5-ാം തീയതി, ഈ ഏപ്രിൽ 5-ാം തീയതി നിലമ്പൂരിൽ SNDP യോഗത്തിൽ കയറി ഇന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ, ജാതി ചോദിക്കരുത് പിന്നെ പറയരുത് എന്ന് പഠിപ്പിച്ച, വിദ്വേഷങ്ങളൊന്നുമില്ലാതെ സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ പേരിൽ രൂപപ്പെട്ട SNDPയുടെ അമരത്തിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ 5-ാം തീയതി ഒരു ശ്രീനാരായണ കൺവെൻഷൻ നിലമ്പൂരിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത അങ്ങോട്ട് തുപ്പിയത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. ഒരാൾ പറയുമ്പോൾ അയാളുടെ തന്നെ വാക്കുകൾ ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണിത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പിന്നോക്കക്കാർ. സ്വതന്ത്രമായ വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഏതിൻ്റെ ആളാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുണ്ടാക്കിയ സ്ഥാപനത്തിന്റെ അമരത്ത് കയറിയിരുന്നു കൊണ്ടാണ് കേരളത്തിലെ ഒരു ജനസമൂഹത്തിന് നേരെ വർഗീയത തുപ്പുന്നത്. അതിനെ പലരും ഏറ്റുപിടിച്ച് പലരും പിന്തുണ കൊടുത്തിരുന്നു സംഘപരിവാർ. ഇവിടെയും നമ്മെ വേദനിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു മറ്റൊന്നുമല്ല. ഇദ്ദേഹം പറഞ്ഞ ഈ പച്ച വർഗീയതയെ വൈറ്റടിച്ച് വെളുപ്പിക്കാനാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇത് മുസ്ലിം ലീഗിനെതിരെയാണ്. അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി അറിയാവുന്ന ആളുകൾക്കറിയാം അദ്ദേഹം വർഗീയവാദിയല്ലാന്ന്. ഇതേ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം തൊഗാഡിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ്.
എന്തിനാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സമൂഹങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങളെ ന്യായീകരിക്കുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ആലോചിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് മതദ്വേഷമല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയല്ല എന്നൊരാൾ കേരളത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലാണത്. അവരുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കലാണ്. മലയാള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത്. ഇവിടെ സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച്, എന്താ കാര്യം? മലപ്പുറത്ത് എന്താ പ്രശ്നം? മലപ്പുറത്ത് ഒരു പ്രശ്നമില്ല. മലപ്പുറത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവിടെ 68% മുസ്ലിങ്ങളാണെന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. 29% അവിടെ ഹിന്ദുക്കളുള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം മുസ്ലിങ്ങൾ അതിൻ്റെ താഴെയാണ്. ഇന്ന് വരെ മുസ്ലിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പത്തനംതിട്ടയിൽ മുസ്ലിങ്ങൾ വീർപ്പുമുട്ടിയാണ് കഴിയുന്നത്? കണ്ണൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മുസ്ലിങ്ങൾ വീർപ്പുമുട്ടിയാണ് കഴിയുന്നത്, സ്വന്തം വായു ശ്വസിക്കണില്ല. ഈവൻ കോട്ടയത്ത് പോലും മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അവിടെ മുസ്ലിങ്ങൾക്ക് വീർപ്പുമുട്ടിയാണ് അവിടെ കഴിയുന്നത്? പറഞ്ഞിട്ടില്ല. ഈ ബാക്കി 13 ജില്ലയിലും പറഞ്ഞിട്ടില്ല, പറയൂല. ഈ 14ാമത്തെ ഈ ജില്ല പ്രശ്നമാകുന്നതിന്റെ പ്രധാന കാരണം എന്തോ ചരിത്രപരമായ കാരണങ്ങളാൽ അവിടെ കുറച്ച് മുസ്ലിങ്ങൾ കൂടിപ്പോയി. പോകട്ടെ, അവിടെ 2.3% ക്രിസ്ത്യാനികളുള്ളൂ. ഈ ക്രിസ്ത്യാനികൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ വീർപ്പുമുട്ടിയാണ് കഴിയുന്നതെന്ന്? അപ്പൊ വീർപ്പുമുട്ടലല്ല പ്രശ്നം. അവിടെ ആർക്കും വീർപ്പുമുട്ടണില്ല, അവിടെ ഒരാൾക്കും പ്രശ്നമില്ല. അവിടത്തുകാരല്ലേ പറയേണ്ടത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന്? അവർ പറയുന്നുണ്ടോ? അവർ ഇന്ന് വരെ ആരെങ്കിലും മലപ്പുറംകാരൻ, നമ്മൾ എത്രയോ വീഡിയോകൾ കണ്ടു, മലപ്പുറംകാരൻ ഞങ്ങളിവിടെ വീർപ്പുമുട്ടിയാ കഴിയുന്നതെന്ന് മലപ്പുറത്തുള്ള ഒരു ഹിന്ദുവോ മലപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യാനിയോ പറഞ്ഞിട്ടില്ല. പറയുന്നതൊക്കെ പുറത്തുള്ളവരാണ്. കാരണം എന്താ? അവർക്ക് വേറെ ലക്ഷ്യങ്ങളാണുള്ളത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷ ശശികല ടീച്ചർ എന്താ പറഞ്ഞത്? ശശികല ടീച്ചർ പറഞ്ഞാണ് അത്ഭുതം. ശശികല ടീച്ചർ പറഞ്ഞത് അവിടെയുള്ള ഹിന്ദുക്കൾ വല്ലാത്ത ഭീതിയിലാണ്, അവിടെയുള്ള ഹിന്ദുക്കൾ അപകർഷതാ ബോധത്തിന് അടിപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ പ്രപ്പോസ് ചെയ്യുന്നത് ശശികല ടീച്ചർ? ഒരു ഹിന്ദു കമ്മീഷൻ വെച്ചിട്ട് അവരുടെ മാനസികാവസ്ഥ പഠിക്കണം. എവിടുത്തെ ആരുടെ മാനസികാവസ്ഥ? മലപ്പുറത്തെ ഹിന്ദുക്കളുടെ മാനസികാവസ്ഥ പഠിക്കണം എന്ന് ഒരു ഹിന്ദു കമ്മീഷനെ നിയോഗിച്ചിട്ട് അവർ ഭീതിയിലും അപകർഷതാബോധത്തിലുമാണ് എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കി 13 ജില്ലയിൽ മുസ്ലിം കമ്മീഷൻ വെച്ച് മുസ്ലിങ്ങളുടെ മാനസികാവസ്ഥ പഠിക്കണ്ടേ? കാരണം ബാക്കി എല്ലാ ജില്ലകളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. അത് ഞങ്ങൾ ഹിന്ദു ഐക്യവേദി പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചിട്ട് ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനെ വെള്ളാപ്പള്ളിയുടെ ആ വർത്തമാനത്തെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാക്കുകൂടി നമ്മളൊന്ന് കേൾക്കണം. K. സുരേന്ദ്രൻ പറഞ്ഞത്, ശബരിമല വ്രതം നോക്കുന്ന കാലത്ത് കടകളിൽ, വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്നാണ് മൂപ്പര് പറയുന്നത്. പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ എന്താ കുഴപ്പം? വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ശബരിമല വ്രതം നോക്കുന്ന കാലത്ത് കടകളിൽ നിർബന്ധപൂർവം വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് നാം പറയാറില്ല. അദ്ദേഹം പറയണം, ശബരിമല മണ്ഡലമാസത്തിൽ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് നാം പറയാറില്ല. പക്ഷെ മലപ്പുറത്ത് ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് എന്നാണ് April 8 മാധ്യമങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത വാർത്തയിൽ പറയുന്നത്. ഇത് കേൾക്കുന്നത് ചിലപ്പോൾ ശരിയാണെന്നൊക്കെ തോന്നിപ്പോവും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് കുറച്ച് വിരോധമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ശരിയല്ലേ, ഞങ്ങൾ മണ്ഡലമാസത്തിൽ അങ്ങനെ പറയുന്നു. മണ്ഡലമാസം പ്രമാണിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മണ്ഡലമാസം അഥവാ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാര് അവരുടെ ഹോട്ടൽ നടത്തുന്ന ഹൈന്ദവ സഹോദരന്മാർ തീരുമാനിക്കുകയാണ്, മണ്ഡലമാസത്തിൽ ഞങ്ങൾ ഇനി പച്ചക്കറി മാത്രമേ വിതരണം ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്കതിനകത്ത് അസഹിഷ്ണുത കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇദ്ദേഹം അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പറഞ്ഞോളൂ, പറയാലോ. ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഹൈന്ദവ സഹോദരന്മാർ, എറണാകുളം ജില്ലയിലെ ഹൈന്ദവ സഹോദരന്മാർ തീരുമാനിക്കുകയാണ്, മണ്ഡലമാസത്തെ ഞങ്ങൾ ഇനി നോൺ വെജ് ഒന്നും മാംസവും മത്സ്യവും വിതരണം ചെയ്യില്ല, ഹോട്ടലിൽ പ്രിപ്പയർ ചെയ്ത് കച്ചവടം നടത്തൂല.
പച്ചക്കറി മാത്രമേ, വെജ് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്കതിനകത്തൊരു വെറുപ്പില്ല. അതിവിടെ സുരേന്ദ്രന് പറയണമെങ്കിൽ പറയാം, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. ഇവിടെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ മലപ്പുറത്ത് കട തുറക്കണ്ട എന്ന് ഇവിടെ ആരും ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണ്? ഇതെന്തൊരു ഫാസിസാണെന്നാണ്. BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആൾക്ക് ഫാസിസം എന്താന്ന് പോലും അറിയാൻ പാടില്ല. ഇതെന്തൊരു ഫാസിസാന്നാ പുള്ളി ചോദിക്കണത്. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഫാസിസമായേനെ. എന്ത്? ഇതിപ്പോ മലപ്പുറം ജില്ല ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങളുടെ റമദാൻ മാസമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഹൈന്ദവ സഹോദരന്മാർ ഇവിടെ കട തുറക്കാൻ പാടില്ല, കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഫാസിസത്തിന്റെ സ്വഭാവമുണ്ട്. ഒരു മതേതര രാജ്യത്ത്, ഇനി മതരാജ്യമാണെങ്കിൽ പോലും റമദാൻ മാസത്തിൽ ഞങ്ങൾ കട തുറക്കണില്ല, അതുകൊണ്ട് നിങ്ങളും കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഫാസിസത്തിന്റെ ഒരു ടോണുണ്ട്. ഇവിടെ അത് മുസ്ലിങ്ങൾ പറയുന്നില്ലല്ലോ. അവിടെ മുസ്ലിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും നടത്തുന്ന ഹോട്ടലുകൾ അവിടെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇനി റമദാൻ മാസത്തിൽ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഹോട്ടൽ അടച്ചിടണോ എന്നുള്ള കാര്യം പണ്ഡിതന്മാർ അത് വേറെ തന്നെ പഠിച്ച് പരിശോധിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. റമദാൻ മാസത്തിൽ എല്ലാവരും കൂട്ടത്തോടെ കട അടച്ചിടണോ എന്നുള്ള കാര്യം വേറെ പഠിക്കണം, വേറെ പണ്ഡിതന്മാർ പരിശോധിക്കേണ്ടതാണ്, അത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. അപ്പൊ അവിടെ മുസ്ലിങ്ങളല്ലാത്തവർ കട തുറക്കണ്ടെന്ന് അവിടെ മുസ്ലിങ്ങൾ പറയണില്ല. ഇനി ഒരു ക്യാമ്പയിൻ നടത്തി മുസ്ലിങ്ങളെ കൊണ്ട് അവിടെ കട അടപ്പിക്കുന്നതല്ല, പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു രീതി. ഇത് ഇന്ന് തുടങ്ങിയതല്ല മലപ്പുറത്ത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പതിറ്റാണ്ടുകളായിട്ട് മലപ്പുറത്തെയും ഒരുവിധമുള്ള സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ എറണാകുളം ജില്ലയിലടക്കമുണ്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നടത്തുന്ന ആളുകൾ ആ റമദാൻ മാസത്തിൽ കൂൾ ഡ്രിങ്ക്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ചായക്കട സ്റ്റോപ്പ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ആരും ക്യാമ്പയിൻ നടത്തിയിട്ടല്ല, താൻ അനുഷ്ഠിക്കാൻ പോകുന്ന ആ അനുഷ്ഠാന കർമ്മത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. നോമ്പ് പിടിക്കുന്നവന്നോ തിന്നാതിരുന്ന മതി, ബാക്കി പൊതുജനങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷ്യശാല അടച്ചിടേണ്ടതുണ്ടോ എന്ന കാര്യം ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിച്ച് ഇനി അത് അടച്ചിടേണ്ടതില്ലെങ്കിൽ അത് ജനങ്ങളോട് പറയണം, വിശ്വാസികളോട് പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ ആ വിഷയമല്ല കൈകാര്യം ചെയ്യുന്നത്, അതല്ല ഇപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും നടക്കുന്നില്ല അവിടെ. മറ്റുള്ളവരുടെ കടകൾ അടച്ചിടാനൊന്നും ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂല. അത് കാരണം ആ 29% ഹിന്ദു സഹോദരന്മാരും അവിടെ വെള്ളം കുടിക്കാതെ തലകറങ്ങി വീഴുന്ന അവസ്ഥയാണ്. സുരേന്ദ്രന്റെ വർത്താനം കേട്ടാൽ തോന്നുക ആ റമദാൻ മാസത്തിൽ അവിടെയുള്ള 29% വരുന്ന ഹൈന്ദവ സഹോദരന്മാരും 2.3% വരുന്ന ക്രൈസ്തവ സഹോദരന്മാരും വെള്ളം കിട്ടാതെ സൂര്യതാപമേറ്റ് വിശന്ന് ആകെ തലകറങ്ങി വീഴുന്നു എന്നുള്ള തോതിലാണ് മൂപ്പര് വർത്താനം പറയുന്നത്. ഇത് പറയുന്ന ആരാ? ഇത് ഫാസിസാണോ എന്ന് ചോദിക്കുന്ന ആരാ? ഫാസിസത്തിന്റെ ഫാക്ടറി നടത്തുന്നവരാണ് ഈ ചോദിക്കുന്നത്. അത് രസം. ഇതിന്റെ തമാശ അതാണ്. ഇതെന്തൊരു ഫാസിസാണെന്ന് സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ സുരേന്ദ്രനും പാർട്ടിയും എല്ലാം ഫാസിസത്തിന്റെ 100 കണക്കിന് ഫാക്ടറികളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് രാജ്യത്ത്. അതാണ് ഇവിടെ എന്തൊക്കെ ആഘോഷം കഴിഞ്ഞുപോയി. നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷം കഴിഞ്ഞുപോയി, രാമനവമി കഴിഞ്ഞുപോയി, ഹനുമാൻ ജയന്തി കഴിഞ്ഞുപോയി. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ എന്തെല്ലാം സംഭവങ്ങൾ അവിടെ നടന്നു എന്നുള്ളത്. രാമനവമി ആഘോഷത്തോട് ഈ സുരേന്ദ്രന്റെ പാർട്ടി എന്തൊക്കെയാണ് രാജ്യത്ത് നടത്തിക്കൂട്ടുന്നത് എന്നറിയണമെങ്കിൽ നമ്മളൊന്ന് പത്രം മിനിമം ഒന്ന് വായിച്ചാൽ മതി. രാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അമ്പലങ്ങൾക്ക് 500 മീറ്റർ ഗ്യാപ്പിൽ മത്സ്യവും മാംസവും വിൽക്കാൻ പാടില്ല. എത്ര ദിവസം? 9 ദിവസം. 9 ദിവസം മത്സ്യവും മാംസവും വിൽക്കാൻ പാടില്ല ക്ഷേത്രങ്ങളുടെ പരിസരത്ത് എന്ന് ഓർഡർ ഇറക്കി ഗവൺമെന്റ്. എന്ന് മാത്രമല്ല, 6-ാം തീയതി, കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി ഉത്തർപ്രദേശിൽ ഒരിടത്തും മത്സ്യവും മാംസവും വിൽക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കി. ആ ഇറക്കിയ പാർട്ടിയുടെ കേരള സംസ്ഥാന മുൻ പ്രസിഡന്റാണ് പറയുന്നത് ഇതെന്തൊരു ഫാസിസാന്ന്. അവിടെ മുസ്ലിങ്ങൾ റമദാൻ മാസത്തിൽ കടടച്ചിരുന്നതിനെ കുറിച്ച് പറയുന്നത്. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ഷെരീഫ് എന്ന് പറയുന്ന 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, അദ്ദേഹത്തെ ഈ ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് കളറുകൾ വാരിയെറിയുകയും ചാർത്തുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതിന് വെള്ളിയാഴ്ച പള്ളിയിലേക്കോ മറ്റോ പോയ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല എന്ന പേരിൽ അദ്ദേഹത്തിനെ മർദ്ദിച്ച് കൊന്നുകളഞ്ഞു അവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച്
നോർത്ത് ഇന്ത്യയിൽ 100 കണക്കിന് പള്ളികളാണ് ടർപ്പോളിനിട്ട് മൂടിയത്. എന്നിട്ട് പല പള്ളികളും ആ ടർപ്പോളിൻ കീറിക്കളഞ്ഞ് പള്ളിക്ക് നേരെ കല്ലെറിയുകയും പള്ളിയുടെ ജനാലകൾ തകർക്കുകയും ചെയ്തു. മധ്യപ്രദേശ് ഗുണ എന്ന് പറയുന്ന സ്ഥലത്ത് BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് റാലി നടത്തുകയും മുസ്ലിം പള്ളിയുടെ മുൻപിൽ ചെന്നപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് DJ മ്യൂസിക് ഉച്ചത്തിൽ വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തിയ ആളുകളാണ് ഈ പറയുന്നത് ഇതെന്തൊരു ഫാസിസം ഒന്നും. ഒരു ഫാക്ടറി ഒന്നുമല്ല ഫാസിസത്തിന്റെ തുടങ്ങിയിട്ടുള്ളത്. സുരേന്ദ്രന്റെ പാർട്ടി ഒരു ഫാക്ടറി ഒന്നുമല്ല തുറന്നിട്ടുള്ളത്. 100 കണക്കിന് ഫാക്ടറികൾ, ഫാസിസത്തിന്റെ ഫാക്ടറികൾ തുറന്നു വച്ചിട്ടാണ് പറയുന്നത് മലപ്പുറത്ത് ഒരു മാസത്തിൽ വെള്ളം കിട്ടൂല, ഇതെന്തൊരു ഫാസിസാണെന്ന് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വർഗീയ വിഷങ്ങളൊക്കെ ഈ കേരളത്തിൽ തുപ്പുമ്പോൾ, രാജ്യത്ത് തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊന്നും, ഇത് തുപ്പുന്ന ആളുകൾ വ്യത്യസ്ത മതസമുദായങ്ങളിൽപ്പെട്ടവരാണല്ലോ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊന്നും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അതിവിടെ സോഷ്യൽ ഫാബ്രിക്കിനെ, കമ്മ്യൂണൽ ഫാബ്രിക്കിനെ ബാധിക്കും, സൗഹാർദ്ദത്തെ ബാധിക്കും എന്ന് ഉച്ചസ്ഥലമൊന്നും ഉദ്ഘോഷിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഹൈന്ദവ സന്യാസിമാർ ഒറ്റപ്പെട്ടവരില്ല എന്നും നമ്മൾ പറയുന്നില്ല. പോൾ തേലക്കാട്ട് അച്ഛനെ പോലെയുള്ള ഇവരുടെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം വഖഫിലടക്കം കൃത്യമായ നിലപാടുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഉത്തരവാദിത്വപ്പെട്ട മെയിൻ സ്ട്രീമിലുള്ള KCBCയുടെയും CBCIയുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സഭാപിതാക്കന്മാർ ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഹൈന്ദവ സന്യാസിമാർ ശബ്ദിക്കുന്നത് കാണുന്നില്ല. PC ജോർജ് പറയുമ്പോൾ, വെള്ളാപ്പള്ളി പറയുമ്പോൾ, മാത്യു സാമുവൽ പറയുമ്പോൾ, വിൻസ് മാത്യു പറയുമ്പോൾ, ശശികല പറയുമ്പോൾ, സുരേന്ദ്രൻ പറയുമ്പോൾ, ഹൈന്ദവ സന്യാസിമാരോ ക്രൈസ്തവ പിതാക്കന്മാരോ ഒന്നും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഹൈന്ദവ ധർമ്മമല്ലാത്, ക്രൈസ്തവ രീതിശാസ്ത്രമല്ല ഇത് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അധികം കേൾക്കാറില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇത് വിളിച്ചു പറയുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവരൊക്കെ ഇത് വിളിച്ചു പറയുമ്പോൾ ഈ ചാനലുകാർ നീട്ടിപ്പിടിച്ച കോലുമായിട്ട് സഭാ മേലധ്യക്ഷന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, ഹൈന്ദവ സന്യാസിമാരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായം എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കോലുമായി ചെന്ന് നിന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുരേന്ദ്രൻ വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ഹൈന്ദവ സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന, ശശികല ടീച്ചർ വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ഹൈന്ദവ പുരോഹിതന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന, PC ജോർജ് വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്റെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്ന, മാത്യു സാമുവൽ പറയുമ്പോൾ, അതേപോലത്തെ മിൻസ് ജോർജ് വിഷം തുപ്പുമ്പോൾ ഇങ്ങനെ കോലും പിടിച്ച് ചെല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേസമയം മറുഭാഗത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന്, ഒരു മുസ്ലിം സാമുദായിക നേതാവിന്റെ ഭാഗത്ത് നിന്നോ, മതനേതാവിന്റെ ഭാഗത്ത് നിന്നോ, പണ്ഡിതന്റെ ഭാഗത്ത് നിന്നോ ഒരു വർത്തമാനം വന്നാൽ കേരളത്തിലെ എല്ലാ ചാനലുകാരും കടന്നൽ കൂടിന് കല്ലെറിഞ്ഞ പോലെ നീട്ടിപ്പിടിച്ച കോലുമായിട്ട് സമസ്തയുടെ മുൻപിലേക്ക്, EK ഗ്രൂപ്പിന്റെ മുമ്പിലേക്ക്, AP ഗ്രൂപ്പിന്റെ മുമ്പിലേക്ക്, മുജാഹിദ് ഗ്രൂപ്പിന്റെ എല്ലാ മുമ്പിലേക്കും ഈ കോലുമായിട്ട് ചെല്ലും. എന്താ അഭിപ്രായം? ഈ വിഷയത്തിൽ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നത് കാണാം നമുക്ക്. എന്നാൽ മറിച്ചൊന്ന് ചോദിക്കുന്നത് നമ്മൾ കാണണില്ലല്ലോ, മറിച്ചൊന്ന് ചോദിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാസയുടെ, ക്രൈസ്തവരുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപപ്പെട്ടു എന്ന് പറയുന്ന കാസയുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് പോയി നിങ്ങൾ നോക്കൂ. ഫേസ്ബുക്കിൽ പേജിൽ പോയാൽ 2, 3, 4, 5, 6, 7, 8 തീയതികളിൽ നോർത്ത് ഇന്ത്യയിൽ, ജബൽപൂരിൽ, അതേപോലെ മധ്യപ്രദേശിൽ, വെസ്റ്റ് ബംഗാളിൽ, ഒഡീഷയിൽ ഒക്കെ ക്രൈസ്തവ പാതിരിമാർക്ക് നേരെ, വൈദികർക്ക് നേരെ അതിശക്തമായ കടന്നാക്രമണങ്ങൾ സംഘപരിവാർ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം, KCBC പ്രതിഷേധം, CBCI പ്രതിഷേധം, കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം, കത്തോലിക്ക യൂണിയൻ പ്രതിഷേധം, എല്ലാവരും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടു എന്ന് പറയുന്ന കാസയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോയി നിങ്ങളൊന്ന് നോക്കൂ. ആ ദിനങ്ങളിലൊന്നും ഇവര് സംഘപരിവാറിനെതിരെ ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ക്രൈസ്തവ പാതിരിമാർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും തീവ്രവാദികളാണ്, പാകിസ്ഥാനിൽ വന്നിട്ട് ഇവിടെ മതപ്രബോധനം നടത്തുകയാണ്, മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷോൾഡർ ബോൺ വരെ ചവിട്ടി ഒടിച്ചു. പള്ളിയിലേക്ക് സ്ത്രീകളടക്കം ചാടിക്കയറുന്നു ആക്രമിക്കാൻ. യേശുക്രിസ്തുവിനെ വെച്ചിട്ടുള്ള കൂടിന്റെ മുകളിൽ കൊണ്ടുപോയി തുളസി ചെടി നടന്നു. ഇത്രയൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ട് കേരളത്തിൽ നിന്ന് പോയ MP-മാരെല്ലാവരും പ്രതിഷേധിച്ച് പുറത്തോട്ട് വന്നിട്ട് പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് എല്ലാ KCB, കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിലും
അവരുടെ അഖിലേന്ത്യാ മെത്രാൻ സഭയും ഒക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ അലയൻസ് ആണ് കാസ എന്ന് പറയുന്നത്. ആ കാസയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നിങ്ങളൊന്ന് നോക്കൂ. അവിടെ എല്ലാം നമ്മൾ സംഘപരിവാറിനെതിരെ ഒരക്ഷരം കാസ പറയുന്നത് കാണാൻ കഴിയില്ല. അപ്പോഴും അവർ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയാണ്. അപ്പൊ സംഘപരിവാറിനെ കാസ തള്ളി പറഞ്ഞിട്ടില്ല. ഇനി കാസയെ ക്രൈസ്തവ സഭകൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? തള്ളി പറഞ്ഞിട്ടില്ല. KCBC ഒട്ടും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൂടി കാണുമ്പോൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ആശങ്കക്ക് വകയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ആശങ്കക്ക് വകയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ വർഗീയ, ഇനി പറയുന്നത് ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണം, ഈ പച്ച വർഗീയതകളെല്ലാം ഇവിടെ തുപ്പുമ്പോൾ, പച്ച വർഗീയത തുപ്പുന്നു എന്നൊരു സാമുദായിക വിദ്വേഷം, ഹെയ്റ്റ് സ്പീച്ച് മാത്രമല്ല, സാമുദായിക വിദ്വേഷ സ്പീച്ച് മാത്രമല്ല, അതിനപ്പുറം മുസ്ലിങ്ങൾ വളരെ പവിത്രമായിട്ട് കാണുന്ന അവരുടെ ഷിയാറുകളെ, സിംബലുകളെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, കളിയാക്കുക, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, ഭാര്യമാരെ പരിഹസിക്കുക, ഖുർആനെ തെറിവിളിക്കുക, അള്ളാഹുവിനെ തെറിവിളിക്കുക, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും നമ്മൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന്, ഒരു സാമുദായിക നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മത നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മതപുരോഹിതൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു വർത്തമാനം എന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു മത നേതാവ്, ഈ സമുദായത്തിലെ ഒരു മത നേതാവോ ഒരു സാമുദായിക നേതാവോ ഇതിനെതിരെ തിരിച്ചു പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അടുത്താണ് മഹാകുംഭമേള നടന്നത്. മഹാകുംഭമേളയിലെ അഘോര സന്യാസികൾ, നഗ്ന സന്യാസികളാണ് അവർ. ആ കാഴ്ച യൂട്യൂബ് എടുത്താൽ, കുംഭമേള എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആയിരക്കണക്കിന് വീഡിയോസ് അവൈലബിൾ ആണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കുംഭമേള ഇസ്ലാമിൻ്റെ വകയിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നാണ് നടക്കുന്നതെങ്കിൽ എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമായിരിക്കും മുസ്ലിം സമുദായത്തിന് നേരെ നടക്കുക. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആ കുംഭമേളയെ നോക്കി പരിഹസിച്ചോ? മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നില്ല. വളരെ സമാധാനത്തോടു കൂടിയാണ് അതിനെല്ലാം നോക്കി കണ്ടിട്ടുള്ളത്. അതവരുടെ ആചാരം, അതവരുടെ രീതി എന്നുള്ള നിലക്കാണ് സാമാന്യ ബോധമുള്ള മുസ്ലിങ്ങളെല്ലാം അതിനെ നോക്കി കണ്ടിട്ടുള്ളത്. തിരിച്ചായിരുന്നുവെങ്കിൽ ആ ആചാരത്തെക്കുറിച്ചും ആ സന്യാസിമാരുടെ കോലത്തെക്കുറിച്ചും എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മുസ്ലിങ്ങൾക്ക് നേരെ തൊടുത്തുവിടുമായിരുന്നു. ഇനി അത് പോട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളാപ്പള്ളി പറയുന്നതിന് മറുപടിയായി, അതുപോലെ തന്നെ PC ജോർജ് പറയുന്നതിന് മറുപടിയായി മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ പക്വതയില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ഒരു വെള്ളാപ്പള്ളിയും ഒരു PC ജോർജും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും അതിന് മറുപടി പറഞ്ഞോ? ആരും മറുപടി പറഞ്ഞില്ല. മതസമുദായ നേതാക്കൾ ആരും മറുപടി പറഞ്ഞിട്ടില്ല അതിന്. അതേ നാണയത്തിൽ തിരിച്ചൊരു മറുപടി പറയാൻ നിന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ ആൻഡ്രു അഗസ്റ്റിൻ എന്ന് പറയുന്ന അവതാരകൻ വെള്ളാപ്പള്ളി പറയുന്നത് പച്ചവർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടിൽ റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം ഈ പക്വമായ സമീപനത്തെ വല്ലാണ്ട് പുകഴ്ത്തുന്നുണ്ട്. ആൻഡ്രു അഗസ്റ്റിൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആ സമുദായത്തിലേക്ക് നോക്ക്, അവരുടെ പണ്ഡിതന്മാരിലേക്കും അവരുടെ നേതാക്കന്മാരിലേക്കും നോക്കൂ, എത്ര പക്വമായ സമീപനമാണ് അവർ നടത്തുന്നത് എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം ഈ ഖുത്ബയുമായി ബന്ധപ്പെട്ട റെഫറൻസിന് വേണ്ടി ഞാൻ ആ വീഡിയോ നോക്കുമ്പോൾ വീഡിയോ പ്രൈവറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് നമുക്കറിയാൻ പാടില്ല. ഇത് മുസ്ലിങ്ങളൊന്നും പുകഴ്ത്തി അവരുടെ പക്വമായ സമീപനം എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്തുമായിട്ട് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇതാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ്, സംയമനത്തോടു കൂടിയാണ്, അവധാനതയോടു കൂടിയാണ് ആ വിഷയത്തിലെല്ലാം മുസ്ലിം സമൂഹം നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുള്ളൊരു കാര്യം, ഇത്രക്ക് പച്ചക്ക് വർഗീയത മുസ്ലിങ്ങൾക്ക് നേരെ തുപ്പുമ്പോഴും മറിച്ച് ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർക്ക് നേരെ, ആ സമുദായത്തിന് നേരെ വർഗീയ വിഷം ചീറ്റുന്ന ഒരു PC ജോർജ്, ഒരു ശശികല, ഒരു സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഒരു മാത്യു സാമുവൽ, ഒരു വിൻസ് മാത്യു, അതേപോലെ തന്നെ ഒരു വെള്ളാപ്പള്ളി, ഈ സമുദായത്തിൽ നിന്ന്
ഇല്ല എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അഭിമാനിക്കാം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഈ സമുദായത്തിൽ നിന്ന് അങ്ങനെ ഒരു വെള്ളാപ്പള്ളി ഇല്ലാത്തതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ സമുദായത്തിൽ നിന്ന് അങ്ങനെ ഒരു സുരേന്ദ്രൻ, ഒരു ശശികല ടീച്ചർ, ഒരു PC ജോർജ് ഇല്ലാത്തതിൽ മുസ്ലിം സമുദായത്തിന് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്നതാണ്. മേലിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങനെ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല വർഗീയ സംസാരം നടത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ, സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ വർഗീയതക്കും വർഗീയ സംസാരങ്ങൾക്കും ഹെയ്റ്റ് സ്പീച്ചിനും ഒരിക്കലും തുനിഞ്ഞിറങ്ങരുത്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. മുസ്ലിം സമുദായത്തിലും ഇതുപോലെ വർഗീയത പെറ്റുവരുവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തത്തുല്യവും എതിരുമായ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് അതിന്റെ മലയാള അർത്ഥം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഭൂരിപക്ഷ വർഗീയത തഴച്ചു വളരുമ്പോൾ, അതിനുവേണ്ടി അവർ ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുമ്പോൾ, വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, ഇത് കേൾക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള നിലക്ക് പ്രതിവർഗീയതയുണ്ടാകും. സ്വാഭാവികമാണ്. അതിവിടെ വളരണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതിവിടെ വളരണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ആ പ്രതിവർഗീയതയ്ക്ക് നമ്മൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലും, ഇസ്ലാമിക കാഴ്ചപ്പാടിലും രാഷ്ട്രീയ കാഴ്ചപ്പാടിലും പ്രതിവർഗീയത ഒരർത്ഥത്തിലും മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യില്ല. ഒരർത്ഥത്തിലും ഗുണം ചെയ്യില്ല. ഇല്ല എന്ന് മാത്രമല്ല, അതിവിടെ ഗുണം ചെയ്യുക സംഘപരിവാറിനായിരിക്കും, കാസക്കായിരിക്കും എന്ന് നമ്മൾ അടിയുറപ്പോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വർഗീയ വർത്തമാനങ്ങൾ നമ്മൾ പറയരുത്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ബൈബിളിലെ ഒരു വാചകം, മത്തായിയുടെ സുവിശേഷത്തിൽ മഹാനായ യേശു അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാചകമുണ്ട്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല ഒരു മനുഷ്യനെ മലിനമാക്കുന്നത്, വായിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ മലിനമാക്കുന്നത്. വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതാണ് മനുഷ്യനെ മലിനമാക്കുന്നത് എന്ന് മഹാനായ യേശു അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് വർഗീയത പറഞ്ഞ് സ്വയം മലിനമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദപ്രമാണത്തിൽ, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൽ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ, ദൈവത്തെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വർത്തമാനങ്ങളെ പറയാൻ പാടുള്ളൂ. നല്ല വർത്തമാനങ്ങളെ നിങ്ങൾ പറയാൻ പാടുള്ളൂ. വർഗീയ വർത്തമാനങ്ങൾ പറയരുത്. കാളകൂട വിഷം ചൊരിയരുത്. വർഗീയത ചീറ്റരുത്. നല്ല വർത്തമാനങ്ങളെ പറയാൻ പാടുള്ളൂ. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇസ്ലാഹ് ചെയ്യും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ നല്ലത് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നുള്ള പറയുകയാണ്. യഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു, അതുകൊണ്ട് ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവനാണ് ഒമ്പിച്ച വിജയം കരസ്ഥമാക്കിയവനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 33-ാം അധ്യായം 70-71 വാചകങ്ങളിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വർഗീയമായ വർത്തമാനങ്ങളും വിഷവും നമ്മളൊരിക്കലും, മറുഭാഗത്ത് നിന്ന് എത്ര വർഗീയത ഉയർന്നു വന്നാലും തിരിച്ചൊരു വർഗീയ വർത്തമാനം നമ്മൾ പറയാതിരിക്കുക. അത് വിശ്വാസിയുടെ സംസ്കാരമല്ല. അത് പണ്ഡിതന്മാർക്കും മുസ്ലിം സമുദായ നേതാക്കന്മാർക്കും മാത്രം പാടില്ലാത്ത കാര്യമല്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ഞാനടക്കമുള്ള സാധാരണക്കാരായ നമുക്കും പറ്റിയതല്ല. ഇവരുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളും പ്രകോപിതരായി പോകും. പക്ഷെ എന്നാലും നമ്മളത് ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫൈൻ തസ്ബിറു വതത്തഖു ഫൈന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ അവിടെ സ്വബർ കാണിക്കണം, നിങ്ങളുടെ പിടി വിട്ടുപോകരുത്. പക്ഷെ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അതുകൊണ്ട് ആ സ്വബർ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, ഇവിടെ സ്ഥിരം ഖുതുബ കേൾക്കാൻ വരുന്നൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ അന്നനാളത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില സിംറ്റംസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം RCCയിലേക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് വന്നു പെട്ടിട്ടുള്ള ഈ രോഗത്തെ ധൈര്യത്തോടെയും അഭിമുഖീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.